അങ്ങനെ പറയല്ലേ, ഇന്ത്യയിലാണ് ഏറ്റവും അധികം അൺസേഫ് ആണെന്നും മോശം ആളുകളാണെന്നും അല്ലേ പറഞ്ഞത്. പിന്നെ അവർ മലയാളികളായതുകൊണ്ട് വളരെ നല്ലവരായിരിക്കും. ഇതൊക്കെ മുൻപ് നീ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് പുള്ളിക്കാരത്തി മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നാണ് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഇതിനകത്തുള്ള ശരിതെറ്റുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. കാരണം ഇതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ വിയോജിപ്പുകളുണ്ട്. ഒരു പെൺകുട്ടി ഈ ലോകം മൊത്തം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് പബ്ലിക്കിലേക്ക് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് രാത്രി പോലും അല്ലെങ്കിൽ ഒരു വൈകുന്നേരം പോലും അല്ലെങ്കിൽ നേരെ പകൽ പോലും നേരെ വേണം സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളില്ല, എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളില്ല. അങ്ങനെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് കാണുന്നൊരു ചാനലാണ്, അല്ലെങ്കിൽ കാണുന്നൊരു കുട്ടിയാണ് ഈ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ ഈ പുള്ളിക്കാരത്തി മാഹീൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന സമയം മുതലേ ഞാൻ കാണാറുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പുതിയ ചാനൽ തുടങ്ങി. സോ അതെല്ലാം നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഇവിടെ US പോയി. US ചെയ്യുന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഡ്രാമാറ്റിക്കലി സംഭവിച്ചു. ആ ഒരു കാര്യം പുള്ളിക്കാരത്തി പബ്ലിക്കിലേക്ക് പബ്ലിക് സ്പേസിലേക്ക് ഈ വീഡിയോ ഇട്ടു. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് അഭിപ്രായം വരുന്നത്. അത് നിങ്ങൾ തന്നെ പറയൂ, ഇതിനകത്ത് എന്ത് അഭിപ്രായത്തിലാണ് നിങ്ങൾ നിൽക്കുക എന്നുള്ള കാര്യം. അനുകൂലിച്ചിട്ടാണോ പ്രതികൂലിച്ചിട്ടാണോ എന്നുള്ള കാര്യം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം കാണാം. ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് US ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. ജോർജ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഏതാണ്ട് 4 വർഷം കൊണ്ട് പരിചയമുള്ള ഒരു വ്യക്തി. അദ്ദേഹമാണ് ഈ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അരുണിമയൊക്കെ ഒപ്പം പോയത്. അരുണിമ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഒരു വളരെ നോർമലായിട്ട് സാധാരണ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോയി ടെൻറ്റ് കെട്ടിയൊക്കെ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് യാത്രകൾ ആഫ്രിക്കയിലും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, അവരുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളും അവരുടെ ഈ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് പോയതിന് ശേഷം ആ യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ, അഥവാ ഒരു 17 വയസ്സ് പ്രായമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ താമസിക്കാൻ വേണ്ടി കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ചില നമ്മുടെ ഒരു രാജ്യങ്ങളുടെയും അതിൻ്റെ കൾച്ചറിൻ്റെയൊക്കെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ എന്നിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. സോ പറയട്ടെ. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്. 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പൊ രാത്രി അദ്ദേഹത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ അവിടെ ജനിച്ചു വളർന്ന ആ കുട്ടികളടക്കം പറഞ്ഞു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ ഒരു സാഹചര്യം, നമ്മുടെ ഇപ്പം ഇന്ത്യയിലുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി വിദേശ രാജ്യങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളത് പറയുക. ഇങ്ങനെ ആ ഒരു രാജ്യങ്ങളിലേക്ക് ഒരാളുടെ സ്ട്രേഞ്ചറായിട്ടുള്ള ആളെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചില ആൾക്കാരോടൊക്കെ, നമ്മളെ ഈ മറ്റ് പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരോട്, US കാനഡയിലുണ്ട്, അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഒരാളെ അവിടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്, അല്ലെങ്കിൽ അത്രയും അടുപ്പവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ ഇവിടുത്തെ പോലത്തെ സംവിധാനമേ അല്ല. ഒരാളെ നമ്മൾ ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് അവിടെ പോസിബിൾ അല്ല. അവിടെ ഒരു സ്ട്രേഞ്ചറായിട്ടേ കാണുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ ഈ കുട്ടിയെ, മറ്റുള്ളവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരാണ്, എന്താണ്, ഇവർ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു 100 ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു കാരണം തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. അത് ആ രാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാരെ കുറ്റപ്പെടുത്തേണ്ട. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, എങ്കിലും അവിടുത്തെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആ രാജ്യത്തിന്റെ കൾച്ചർ അങ്ങനെയാണ്. 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങളിനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ പറഞ്ഞത്
അവിടെ വിളിച്ചുകൊണ്ട് വന്ന 4 വർഷം കൊണ്ട് അറിയുന്ന അവിടെ എല്ലാ സ്ഥലങ്ങളിലും ന്യൂയോർക്ക് സിറ്റി എല്ലാം കൊണ്ട് കാണിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ഇത്രയും സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചിട്ട് അവസാനം വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ നിന്ന് അവരുടെ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ ഈ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യം ഇനി നിങ്ങളിതെല്ലാം കണ്ടിട്ട് അയാൾ മോശമായിട്ട് പെരുമാറിയല്ലോ എന്ന് പറയുന്നതിനെക്കാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അയാളെ ഇല്ലാതാവുകയില്ലേ അയാളിപ്പോൾ ഈ ഒരു സമയം കൊണ്ട്. കാരണം അയാൾക്ക് ആകെ ഉള്ളത് അയാളുടെ ആ ഒരു ബന്ധവും കുടുംബവും ആ ഒരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ആ വീട്ടുകാരെ മൊത്തത്തിൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യം താങ്കളവിടെ പോയിട്ട് അത് കാണിച്ചിട്ട് ഇത് പബ്ലിക്കിലേക്ക് ഒരു സംഭവം വീണ്ടും അത് അപ്പം തന്നെ ഒരു വീഡിയോ ആയിട്ട് പബ്ലിക്കിലേക്ക് വരികയും ഇത് ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്യുന്ന ആ ഒരു ഇൻസൾട്ടും മറ്റുള്ള കാര്യങ്ങളും അയാൾ ഇൻസൾട്ടഡ് ആവുന്നു, ആ ഫാമിലി ഇൻസൾട്ടഡ് ആവുന്നു. അതിനുശേഷം അയാളുടെ ലൈഫ് അവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. സീരിയസ്ലി അത് തന്നെയാണ് മെജോറിറ്റി കുറേ അധികം ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നാലെ വരാം. സോ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അയാളുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അതിന് ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് ശരിയോ തെറ്റോ? ഓക്കെ, നിങ്ങൾ അഭിപ്രായം പറയണേ. ആള് പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ. അത്രയും സ്നേഹമുള്ള അത്രത്തോളം ആ വ്യക്തിയോടുള്ള ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അരുണിമ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ബ്രദർലി ഒരു ലെവലിൽ നിന്നുകൊണ്ട് പറയാം, ഈ ഒരു വീഡിയോ, ഈ ഒരു ഭാഗം, ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു തിക്താനുഭവം ഉണ്ടായെങ്കിൽ അയാളുടെ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം ഈ നാട്ടുകാരോട് പറഞ്ഞത് ശരിയാണോ എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിക്കണം. കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു സാധനം ഇറങ്ങി ഇനി ആ ഒരു വീട്ടുകാരുടെ ഇടയിൽ ആ ശ്രദ്ധയിലേക്ക് എങ്ങാനും ഈ ഒരു സാധനം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയുന്ന അവിടുത്തെ മലയാളികളോ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഒക്കെ പബ്ലിഷ്ഡ് ആവുന്ന സമയത്ത് അയാൾ ഇങ്ങനെയാണല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾക്കൊരു മൊത്തത്തിലൊരു ഷെയിമല്ലേ, ആ ഒരു നാണക്കേടല്ലേ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ആ ഒരു സംഭവത്തിന് അത് എങ്ങനെയായിരിക്കും അയാൾക്ക് നല്ലതായിട്ട് വരിക എനിക്കറിയത്തില്ല. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു എന്ന്. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായിരുന്നാലും ഈ പുള്ളിക്കാരൻ്റെ ഭാഗത്തൊരു നല്ല മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് നീ കയറി വന്നോളൂ, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഹോപ്പിലായിരിക്കും ഈ കുട്ടിയും ചെന്ന് കയറി കൊടുത്തത്. അപ്പോൾ ആ പുള്ളിക്കാരന് നേരെ കളി മറ്റുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് മറ്റൊരാളെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ സമയത്ത് അവർ എതിർപ്പ് നടത്തി. ഇതാണ് സംഭവം. അവർക്കറിയാത്ത ഒരാളെ അവർ ആ വീട്ടിൽ കയറ്റിയില്ല. പക്ഷേ ഈ പുള്ളി ഈ ഒരു കാര്യം വാക്ക് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് കയറിപ്പോയി. സോ പുള്ളിയുടെ ഭാഗത്തും ഒരു നല്ല മിസ്റ്റേക്ക് ഉണ്ട് ഈ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചതിന്. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെടുറോട്ടിലേക്ക് ഇവിടെയാണ് ഇപ്പോൾ മഴയും നല്ല തണുപ്പും ഒക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിത് എപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഈ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കാം. കമൻറ്റ് ബോക്സിൽ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് അങ്ങേര് പാവമാണ്, പക്ഷേ സ്വന്തം മക്കൾ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം ഒരിക്കലും ഓർത്ത് കാണില്ല. അരുണിമ ഇത്രയും രാജ്യവും അവിടുത്തെ മനുഷ്യരെ കണ്ട ആളാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, മലയാളികളുടെ ശത്രു മലയാളികൾ തന്നെയാണ്. ബി ബോൾഡ്, ഇതും ഒരു അനുഭവമായി എടുത്ത് മുന്നോട്ട് പോകുക. ആൺകുട്ടികൾ ഇങ്ങനെ കരയുന്നത് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ്, നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിൻലാൻഡ് മല്ലു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു ക്രിയേറ്ററും കൂടിയാണ് പുള്ളിക്കാരൻ. ഓക്കെ, ഞാൻ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. ആളുടെ ഒരു കമൻറ്റ് കിടക്കുന്നു, നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിച്ച ആ ആളെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അധിക്ഷേപിച്ചത് മോശമായി പോയി എന്നൊരു കമൻറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ അവരുടെ റിപ്ലൈ ഉണ്ട്, അരുണിമയുടെ റിപ്ലൈ ഉണ്ട്. ഞാൻ ആളെപ്പറ്റി മോശം ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് വീഡിയോ ഇട്ടത്. എൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇടാറുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പം 70 വയസ്സുള്ള ആൾ മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും ജീവിച്ചത് അഭിമാനത്തോടെ ആയിരുന്നു കാണും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു ഒന്ന് പോയി. ആ വീട് വരെ കാണിച്ച് വീഡിയോ ചെയ്തത് ഇങ്ങനെ ഇനി ആ ചേട്ടൻ്റെ
ചേട്ടൻ്റെ ആ വീട്ടിലെ ജീവിതം എത്ര നല്ലതാകുമോ, അത് യാത്രകൾ അടിപൊളിയാകട്ടെ എന്ന് പറഞ്ഞ് പുള്ളി നല്ല കമൻറ്റ് ഇട്ടു. ഓക്കെ, സ്വപ്ന നഗരം എന്ന് പറഞ്ഞു പോയ സ്ഥലമല്ലേ, അനുഭവം വല്ലാത്ത സങ്കടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കമൻറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് ശ്രദ്ധിച്ചൊരു കമൻറ്റാണ്. ഞാൻ ആ കമൻറ്റ് ഇന്നലെ രാത്രി തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ച കമൻറ്റാണ്. അത് ഈ കമൻറ്റ് ഇങ്ങനെയാണ്: അങ്ങനെ പറയല്ലേ, ഇന്ത്യയിലാണ് ഏറ്റവും അധികം അൺസേഫ് ആണെന്നും മോശം ആളുകളാണെന്നും അല്ലേ പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു കമൻറ്റ് അവിടെ കണ്ടു. അങ്ങനെ പറയല്ലേ, ഇന്ത്യയിലാണ് ഏറ്റവും അധികം അൺസേഫ് ആണെന്നും മോശം ആളുകളാണെന്നും അല്ലേ പറഞ്ഞത്. പിന്നെ അവർ മലയാളികളായതുകൊണ്ട് വളരെ നല്ലവരായിരിക്കും. ഇതൊക്കെ മുൻപ് നീ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് പുള്ളിക്കാരത്തി മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്നാണ് പറയുന്നത്. ഇന്ത്യ അൺസേഫ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മലയാളികൾ പിന്നെ അവർ മലയാളികളായതുകൊണ്ട് വളരെ നല്ലവരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പുള്ളിക്കാരത്തി മുമ്പ് പറഞ്ഞൊരു കാര്യം കോൺട്രഡിക്റ്ററി ആയിട്ട് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കമൻറ്റ്: യു എസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യ. ഓക്കെ, നമ്മുടെ രാജ്യമായിട്ട് വളരെ ഡിഫറൻസ് ഉള്ളതാണ്. യു സ്റ്റേഡ് ഇൻ എ സ്ട്രേഞ്ചേഴ്സ് ഹൗസ് ആൻഡ് ഹി കനോട്ട് ടേക്ക് ഹിസ് ഫാമിലി ഫോർ ഗ്രാൻഡഡ് ഇഫ് ദേ ഡോണ്ട് നോ യു. അവർക്കറിയത്തില്ലെങ്കിൽ ആ വീട്ടിൽ താമസിപ്പിക്കത്തില്ല എന്ന് നിഷ വാസുദേവൻ അവരുടെ കമൻറ്റ്. നീ കേരളത്തിൽ അച്ഛനും അമ്മയും കൊല്ലുന്നു, പിന്നെ അല്ല ഇവിടെ. ഓക്കെ. സോ ആസ്ട്രേലിയൻ മല്ലു എന്ന് പറഞ്ഞൊരു കമൻറ്റ്: ഈ കാണിച്ചു തൊട്ട് ശരിയായില്ല മോളെ, അന്നം തന്ന കൈക്ക് കൊത്തരുത്. മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്ന ബ്ലോഗർമാർ ഒന്ന് ശ്രദ്ധിക്കുക. താമസത്തിനും ഭക്ഷണത്തിനും കാശില്ലാത്തവർ ഈ പണിക്ക് പോകരുത്. ആ പുള്ളിക്കാരൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കും? സ്വന്തം കൂടപ്പിറപ്പുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനൊരു വീഡിയോ ഇട്ട് സത്യം പറഞ്ഞാൽ ഒരു അനവസരത്തിലായിപ്പോയി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് പോയാൽ മതിയായിരുന്നു. ആളുടെ പേരൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡൻറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ആളുടെ പേര്, അയാളുടെ പ്രായം, അയാളുടെ വീടിൻ്റെ അതടക്കമൊക്കെ കാണിച്ചിട്ടൊക്കെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ഇമ്മച്യൂരിറ്റി ആയിപ്പോയി തോന്നി. ചിലപ്പോൾ ആ സമയത്തുള്ള വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കാം, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, ചെയ്തതായിരിക്കാം. പക്ഷേ അടുത്ത കമൻറ്റ്: താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? റീൽസിനും റീച്ചിനും അപ്പുറം ഒരു നിമിഷം ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ യാത്രിക ആവുന്നത്. താങ്കളെ സഹായിക്കാൻ ശ്രമിച്ച ജോർജ് എന്ന വ്യക്തിക്ക് ഇനി സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കുമോ? ജീവിതം അങ്ങനെയൊക്കെയാണെന്ന് എല്ലാ റീൽസ് കാണിക്കുന്നത് പോലെയല്ല. യാത്രകൾ ചെയ്യുമ്പോൾ കഴിവതും മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കാതിരിക്കുക, ഹോസ്റ്റലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കമൻറ്റ് ചെയ്യുന്നു. ഈ കാര്യം മേലെ ഒരുത്തം പറഞ്ഞപ്പോൾ ഇവൾ കൊടുത്ത മറുപടി ഷെയിം ഓൺ യു എന്നാണ്. അങ്ങനെയും കമൻറ്റ് കൊടുത്തോ? മൂക്ക് വലിച്ച് വീഡിയോ ഇട്ടാൽ കുറേ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ കാരണം എന്താകുമെന്ന് ഇവറ്റുകൾ ചിന്തിക്കുന്നില്ല. കണ്ടൻറ്റ് മുഖ്യം. ട്രൂത്ത്: ജോർജിനെയും ഫാമിലിയെയും ഇനി ഉള്ളവർ വെറുതെ വിടുമോ? ഇവൾക്ക് ബോധമില്ലെന്നുള്ളത്. അങ്ങനെ ആൾക്കാരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ കമൻറ്റ് ഇടുന്നത്. എന്നാൽ പിന്നെ പറയാതിരുന്നാൽ പോരെ, ഇതിപ്പം അയാളുടെ കുടുംബകഥ മുഴുവൻ നാട്ടിൽ പറഞ്ഞ് പാട്ടായല്ലോ എന്ന് പറയുന്നുണ്ട്. ആദ്യമായി ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേരളത്തിലെ പറയൂ, കേരളത്തിൽ നോട്ടൗട്ട്. ഓക്കെ ചേട്ടാ മനുഷ്യൻ. ഓക്കെ, എനിവേ എന്തായിരുന്നാലും അരുണിമ ഈ ഒരു കാര്യത്തിൻ്റെ അകത്തുനിന്ന് അരുണിമയുടെ സൈഡിൽ നിന്ന് ഒരാളുടെ ഹെൽപ്പ് സ്വീകരിച്ചു, അവിടേക്ക് പോയി. അയാളുടെ വീട്ടിൽ നിന്നാണ്, അയാളുടെ വീട്ടുകാർക്ക് ആ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരത് ഗെറ്റൗട്ടടിച്ചു. പക്ഷേ പബ്ലിക്കിലേക്ക് അയാളുടെ കുടുംബചരിത്രം മൊത്തം ഇങ്ങനെ പറയുന്നത് ശരിയായിരുന്നോ എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അതിനുശേഷം അരുണിമ അതിനുശേഷം കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊട്ടച്ചേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരനുമായിട്ടുള്ള ഷിനോദ് സാവരി. ഓക്കെ, ആ പുള്ളിക്കാരനുമായിട്ടുള്ള ഫോട്ടോ ഇന്ന് രാവിലെ പങ്കുവച്ചേക്കുന്നത് കണ്ടു. പുള്ളി നമുക്കറിയാമല്ലോ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ചിലപ്പോൾ മേ ബി അദ്ദേഹം നല്ല മനുഷ്യനാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം മേ ബി. സോ അത് കമൻറ്റ് ബോക്സിൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മുട്ടയെ നമ്മൾ ഇന്നലെ ഓർത്തിരുന്നു എന്നൊക്കെ പറയാം. പിന്നെ പുള്ളിക്കാരത്തി അതിനുശേഷം പങ്കുവച്ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ, ഒരു ഫുൾ വീഡിയോ പാതിരാത്രി എന്നെ ഇറക്കി വിട്ടു. ആലോചിച്ച് നോക്കണം. പുള്ളിക്കാരത്തിൻ്റെ ടൈറ്റിൽ ഈ ഒരു സാധനം ഒക്കെ പാതിരാത്രി എന്നെ ഇറക്കി വിട്ടു USA ആയ സമയത്ത്. ഓക്കെ, അത് യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, ലവിങ് ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് മെസ്സേജസ് ആൻഡ് ഐ എം സേഫ് നൗ. ദിസ് ഹാപ്പൻ ഫ്യൂ ഡേയ്സ് എഗോ. ഓക്കെ, ആ ഒരു സാധനം കുറച്ച് ദിവസത്തിന് മുമ്പ് സംഭവിച്ചതാണ്. ഞാനിപ്പോൾ സേഫ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരത്തി വളരെ ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരാൾ തന്നെയാണ് അരുണിമ.
ഒറ്റയ്ക്കാണ് യാത്രകൾ, ഒറ്റയ്ക്ക് വളരെയധികം പല സ്ഥലങ്ങളിലേക്ക് മോശമായ അനുഭവങ്ങളും ദുരനുഭവങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയത്തൊക്കെ ഇവരെ സൈബർ ബുള്ളിയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സപ്പോർട്ട് കമൻ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്തോ ഇതിനകത്ത് ഈ ഒരു സാധനത്തിനോട് പൂർണ്ണമായിട്ടും, അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് ആ പേര് വിവരം അടക്കം പബ്ലിക്കിലേക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിലുള്ള കാര്യം ഇങ്ങനെ എടുത്ത് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, നാട്ടിലും കാണുമല്ലോ അയാളുടെ പേരുകൾ, ആ സ്ഥലത്തും അല്ലെങ്കിൽ അവിടെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തും മൊത്തത്തിൽ ആളുടെ ചുറ്റുപാടുകളിലും ഒക്കെ നമ്മുടെ നാടിനെ പോലെയല്ല, ഒരു സഹതാപം സഹാനുഭൂതിയൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അവിടെ എല്ലാവരും കളിയാക്കാനുള്ള സാധ്യതയൊക്കെയാണ് വളരെ കൂടുതൽ. അത് ഒന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. സോ എന്തായിരുന്നാലും അപ്പോഴത്തെ വികാരത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്തു പോയതാവാം. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോറി കണ്ടപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ചാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ ഒരു വീഡിയോ ഇടാനുള്ള സാഹചര്യം, അതിനുള്ള കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.